ഗുരുവിനെ അറിയാൻ എന്ന ഈ പരമ്പരയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സുസ്വാഗതം. ഭാരതത്തിലെ ഋഷി പരമ്പരയിലെ അവസാനത്തെ കണ്ണിയാണ് 19-ാം നൂറ്റാണ്ടിൻ്റെ ഉത്തരാർദ്ധത്തിൽ ചെമ്പഴന്തിയിൽ പൂജാതനായ ശ്രീനാരായണ ഗുരുദേവൻ. ശ്രീനാരായണ ഗുരുദേവനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അദ്ദേഹം നവോത്ഥാന നായകനാണ്, സന്യാസിയാണ്, അദ്വൈതിയാണ് എന്നൊക്കെ പല വീക്ഷണകോണിലൂടെ ഗുരുവിനെ കാണുകയും അതനുസരിച്ച് സംസാരിക്കുകയും ചെയ്യും. നമുക്കിവിടെ ഈ കോണുകളുടെ നടുവിൽ നിന്നുകൊണ്ട് സൂക്ഷ്മാംശത്തിലേക്ക് നോക്കുമ്പോൾ ശ്രീനാരായണ ഗുരുദേവൻ യഥാർത്ഥത്തിൽ ആത്യന്തികമായി ആരാണ് എന്നറിയാനുള്ള ഒരു എളിയ ശ്രമം നമുക്ക് നടത്താം. ശ്രീനാരായണ ഗുരുദേവൻ ജനനകാലം മുതൽ തന്നെ അസാധാരണമായ വ്യക്തിത്വം പ്രകടിപ്പിച്ചിരുന്നു. നിലവിലുണ്ടായിരുന്ന സാമൂഹികമായ അനാചാരങ്ങളെയും അനീതികളെയും ശക്തമാവണ്ണം ശാന്തമായ സ്വരത്തിലൂടെ ധീരമായ പ്രവൃത്തിയിലൂടെ നേരിട്ട ഒരു മഹാ തപസ്വിയായിരുന്നു ശ്രീനാരായണ ഗുരുദേവൻ. അദ്ദേഹത്തിന് കേവലം 19 വയസ്സുള്ളപ്പോൾ തന്നെ 19ാമത്തെ വയസ്സിൽ തന്നെ ഈശ്വരൻ എന്ന് പറയുന്ന ഒന്നുണ്ടെങ്കിൽ അതെനിക്ക് കണ്ടെത്തണം, അതെൻ്റെ ജനങ്ങളോട് വിളിച്ചു പറയണം എന്ന് ദൃഢനിശ്ചയം ചെയ്തുകൊണ്ട് അവധൂത വൃത്തിയായി പുറപ്പെട്ട് ആത്മാന്വേഷണം നടത്തിയ ഒരു മഹാ തപസ്വിയാണ് ശ്രീനാരായണ ഗുരുദേവൻ. നമ്മൾ ഈ ആത്മാന്വേഷണം എന്നൊക്കെ പറയുമ്പോൾ ആത്മാവിൻ്റെ അന്വേഷണത്തിലേക്കുള്ള വഴി വളരെ ദുഷ്കരമാണ്. ഉപനിഷത്ത് പറയുന്നത് ക്ഷുരസ്യധാര നിശിതാദുരത്യയ ദുർഗംപദസ്തത് കവയോ വദന്തി എന്നാണ് ആ മാർഗത്തെക്കുറിച്ച് പറയുന്നത്. ക്ഷുരസ്യധാര, വാളിൻ്റെ വായ്ത്തല പോലെ മൂർച്ചയേറിയതും നിശിതവും തരണം ചെയ്യാൻ പ്രയാസവുമുള്ള ഒരു മാർഗമാണ് ആത്മാന്വേഷണത്തിന് വേണ്ടി സ്വീകരിക്കുന്നത്. ഈ ആത്മാന്വേഷണത്തിന് ഇറങ്ങിത്തിരിക്കുന്ന സഞ്ചാരി, ഗീതയുടെ ഭാഷയിൽ പറഞ്ഞാൽ പലരും ഇടയ്ക്ക് വെച്ച് അത് നിർത്തി തിരിച്ചു പോരേണ്ടി വരും. അവരെ യോഗഭ്രഷ്ടൻ എന്നാണ് ഗീത വിളിക്കുന്നത്. എന്നിട്ട് ലക്ഷക്കണക്കിന് ആളുകൾ ആത്മാന്വേഷണത്തിൻ്റെ മഹനീയമായ വീഥി തിരഞ്ഞെടുക്കുമ്പോൾ ആ ലക്ഷ്യ സാക്ഷാത്കാരം നേടാൻ കഴിയുന്നത് അങ്കുലീപരിമിതമായ ആളുകൾക്ക് മാത്രമാണ്. ഇവിടെ ശ്രീനാരായണ ഗുരുദേവൻ ആ ലക്ഷ്യത്തിൻ്റെ സാക്ഷാത്കാരത്തിന് വേണ്ടി ഇറങ്ങി പുറപ്പെടുകയും അതിനനുസരിച്ച് തീവ്രമായ തപസ്സനുഷ്ഠിച്ച് ശരീരത്തെ സമ്പുഷ്ടമാക്കി ആ സമ്പുഷ്ടിയിലൂടെ ആത്മാന്വേഷണത്തിൻ്റെ പരകാഷ്ഠയിൽ എത്തിച്ചേർന്ന ഒരു മഹർഷിയാണ്. ഒറ്റവാക്കിൽ പറഞ്ഞാൽ ശ്രീനാരായണ ഗുരുദേവൻ പ്രപഞ്ചത്തിൻ്റെ ശാശ്വത സത്യമായ ബ്രഹ്മത്തിൻ്റെ മനുഷ്യരൂപമാണ്. ബ്രഹ്മത്തിൻ്റെ ഉൾരൂപമാണ് ശ്രീനാരായണ ഗുരുദേവൻ. ബ്രഹ്മത്തിൻ്റെ ഉൾരൂപത്തിലേക്ക് എത്തുവാൻ അനുഷ്ഠിക്കുന്ന സാധനയെന്ന് പറയുന്നത് അതിഭയങ്കരമാണ്. തപസ്സിലൂടെ, തപസ്സെന്ന് പറഞ്ഞ അർത്ഥം തപിപ്പിക്കുക, ചൂടാക്കുക എന്നാണ് അർത്ഥം. നമ്മളിപ്പോൾ സ്വർണത്തിന് മൂല്യവും കാന്തിയും മാറ്റും കൂട്ടുന്നത് തീവ്രമായ അഗ്നിയിൽ ചൂടാക്കിയാണ് സ്വർണത്തിന് കാന്തിയും മൂല്യവും മാറ്റും കൂട്ടുന്നത്. അതുപോലെ ആത്മാന്വേഷി ശരീരത്തെ തപിപ്പിച്ച് ശരീരത്തിലുണ്ടായിരിക്കുന്ന വാസനാജന്യമായ വികാരങ്ങളെ എല്ലാം ക്രമേണ ഉപശമിപ്പിച്ച് ബ്രഹ്മസാക്ഷാത്കാരം നേടുന്ന, വാക്കുകൊണ്ട് പറഞ്ഞറിയിക്കുവാൻ കഴിയാത്ത അതിക്ലേശഭൂയിഷ്ടമായ ഒരു തപസ്യയാണ്, സാധനയാണ് അതിനു വേണ്ടിയുള്ളത്. ഇപ്പോൾ ഗുരുദേവൻ തന്നെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഇത് ഈ തപസ്യയ്ക്ക് തുടങ്ങുമ്പോൾ ആദ്യഘട്ടം കഴിഞ്ഞ് രണ്ടാമത്തെ ഘട്ടത്തിലേക്ക് വരുമ്പോൾ തന്നെ ഈ മൂലാധാരത്തിൽ സുത്തമായി കിടക്കുന്ന കുണ്ടലിനി ശക്തിയെ ഷഡാധാരങ്ങളിലൂടെ ക്രമാനുഗതമായി ഉണർത്തി ഉയർത്തി സഹസ്രാരപത്മത്തിലെത്തിക്കുമ്പോൾ അവിടെ ജ്ഞാനത്തിൻ്റെ സൂര്യൻ പ്രകാശിക്കും. ജ്ഞാനത്തിൻ്റെ സൂര്യൻ പ്രകാശിപ്പിക്കും. ആ പ്രകാശം എന്ന് പറയുന്നത് പരമപ്രകാശമാണ്. എല്ലാറ്റിനെയും പ്രകാശിപ്പിക്കുന്ന ഒരു പരമപ്രകാശമാണ് ജ്ഞാനസൂര്യൻ. ആ ജ്ഞാനസൂര്യൻ എന്ന് പറയുന്ന അവസ്ഥ അന്തരംഗത്തിൽ ഉദ്ഭൂതമാകുമ്പോൾ മനസ്സും ശരീരവും ഇല്ലാതെയായിത്തീരും.
ഉപനിഷത്തിന് പറയുന്നത് മനസ്സോ ഹ്യമനീഭാവേ ദ്വൈതം നയോപലഭ്യതേ. മനസ്സില്ലാത്തൊരവസ്ഥയിലേക്ക് എത്തിച്ചേരുമ്പോൾ രണ്ടെന്ന ഭാവം ഉണ്ടാകില്ല, എല്ലാം ഏകമാണ്, എല്ലാം ഒന്ന് തന്നെയാണ് എന്ന അദ്വൈത ബോധത്തിൻ്റെ സാക്ഷാത്കാരം അവിടെ ഉടലെടുക്കും. അങ്ങനെ അതികൃച്ഛമായ അതിക്ലേശഭൂയിഷ്ടമായ തപസ്യയിലൂടെ സാധനയിലൂടെ ബ്രഹ്മസാക്ഷാത്കാരം കൈവരിച്ച് ബ്രഹ്മമായി തീർന്ന ഒരു മഹർഷിയാണ് ശ്രീ നാരായണ ഗുരുദേവൻ. ഈ സെൻസിൽ ഗുരുവിൻ്റെ പ്രവർത്തനങ്ങളെ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം, ഗുരു എല്ലാറ്റിനെയും ഒന്നായി കണ്ടുകൊണ്ട് എല്ലാറ്റിൻ്റെയും സമസൃഷ്ടിയുടെ സമസ്തമായ ഉന്നമനത്തിനും വേണ്ടി ആർജിച്ച തപസ്സിൻ്റെ ശക്തി വിനിയോഗിച്ച ഒരു മഹാനായ മഹർഷിയായിരുന്നു. അതുകൊണ്ടാണ് ഗുരുവിൻ്റെ സന്തത സഹചാരിയായ ശിഷ്യൻ കുമാരനാശാൻ പറഞ്ഞത്, അന്യർക്ക് ഗുണം ചെയ്വതിനായുസ്സു വപുസ്സും ധന്യത്വമുടങ്ങ് ആത്മതപസ്സും ബലി ചെയ്തു. അന്യർക്ക് ഗുണത്തിന് വേണ്ടി അവരന് വേണ്ടി തപസ്സും ആത്മതപസ്സും ബാക്കി എല്ലാ കാര്യങ്ങളും ബലിയർപ്പിച്ച അദ്വിതീയനായ ഒരേ ഒരു സന്യാസിവര്യനാണ്, ഒരേ ഒരു ബ്രഹ്മസ്വരൂപനാണ് ശ്രീനാരായണ ഗുരുദേവൻ. നമ്മുടെ ഭാരതം എന്ന് പറയുമ്പോൾ ഋഷികളുടെ നാളാണ്. പാ കൊണ്ട് രഥമായതാണ് ഭാരതം. പാ എന്ന് പറഞ്ഞാൽ പ്രകാശം, പ്രകാശം എന്ന് പറയുന്ന ആധ്യാത്മിക ജ്ഞാനത്തിൻ്റെ ഒരിക്കലും പറ്റാത്ത പ്രകാശമാണ്. ആ പ്രകാശം കൊണ്ട് നിറഞ്ഞതാണ് ഭാരതം. ആ ഭാരതത്തിലെ ഋഷി പരമ്പരകൾ ധാരാളമുണ്ട്. ഒരു ഋഷിയും മറ്റൊരു ഋഷിയും താൻ ആർജിച്ച അദ്വൈത സിദ്ധാന്തത്തെ സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി അവതരിപ്പിക്കുവാനുള്ള സമഗ്രമായ കർമ്മ പരിപാടികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കിയിട്ടില്ല. ശ്രീനാരായണ ഗുരുദേവൻ മാത്രമാണ് താൻ സാക്ഷാത്കരിച്ച പരമസത്യം സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി ഉപയോഗിച്ച ഒരേ ഒരു മഹർഷി വര്യൻ. ആ മഹർഷി വര്യനെ നമ്മൾ യഥാർത്ഥത്തിൽ മനസ്സിലാക്കിയിട്ടുണ്ടോ എന്നുള്ള ഒരു സംശയം ഇവിടെ വളരെ പ്രസക്തമാണ്. നമ്മൾ പല രീതിയിലും വ്യാഖ്യാനിക്കുന്നുണ്ടെങ്കിലും അദ്ദേഹത്തെ കണ്ടെത്താൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ശ്രീനാരായണ ഗുരുദേവൻ യഥാർത്ഥത്തിൽ സൂക്ഷ്മാംശത്തിൽ ആരാണ് എന്നുള്ള കാര്യത്തെ ഒരു 90% ആളുകളും മനസ്സിലാക്കിയിട്ടുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ബ്രഹ്മസ്വരൂപനായ അദ്ദേഹത്തിന് അദ്വൈത ബോധം കൈവരിച്ച ശ്രീനാരായണ ഗുരുദേവന് എല്ലാറ്റിനെയും ഒന്നായി കണ്ടുകൊണ്ട് എല്ലാറ്റിൻ്റെയും നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിച്ച സന്യാസിയായിരുന്നു ശ്രീനാരായണ ഗുരുദേവൻ. ഭഗവത്ഗീതയിൽ ശ്രീകൃഷ്ണൻ പറഞ്ഞിട്ടുണ്ട്, അവജാനന്തി മാ മൂഢ മനുഷ്യം തനു ആശ്രിത. മനുഷ്യരൂപം കൈക്കൊണ്ട എന്നെ മൂഢരായ ജനങ്ങൾ, മൂഢരെന്ന് പറഞ്ഞ അർത്ഥം വിവരമില്ലാത്തവർ, വിദ്യാഭ്യാസമില്ലാത്തവർ, ഇല്ലാത്ത ആളുകൾ വേണ്ടവണ്ണം മനസ്സിലാക്കിയിട്ടില്ല എന്ന് ഭഗവത്ഗീതയിൽ ശ്രീകൃഷ്ണൻ പറഞ്ഞിട്ടുണ്ട്. ശ്രീനാരായണ ഗുരുദേവൻ്റെ കാര്യത്തിലും സ്ഥിതി മറ്റൊന്നല്ല. വേണ്ടവണ്ണം ഗുരുവിനെ ഇന്ന് വരെ ആരും അറിഞ്ഞിട്ടില്ല. ആ ഗുരുവിനെ അറിയാനും ഗുരുവിനെ കണ്ടെത്താനും ഗുരുവിൻ്റെ കർമ്മമണ്ഡലം എന്താണെന്നും ദാർശനിക സിദ്ധാന്തം അദ്ദേഹം എങ്ങനെ ആവിഷ്കരിച്ച് നടപ്പാക്കി വിജയിപ്പിച്ചു എന്നുള്ളതും സമഗ്രമായി പ്രതിപാദിക്കുവാനും ഒരവബോധം സമൂഹത്തിന് നല്ല രീതിയിൽ കൊടുക്കുവാനും ഉദ്ദേശിച്ചുകൊണ്ടുള്ള ഒരു പരിപാടിയാണ് ഗുരുവിനെ അറിയാൻ എന്ന ഈ പ്രോഗ്രാം.